ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1664 ദിവസം ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് IFPHന്റെ സുപരിചിതയായ ഡോക്ടർ അജിനി ഷംസുദ്ദീനാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അജിനി ഡോക്ടർ നമുക്ക് MSc സൈക്കോളജി പാസ്സായ വ്യക്തി കൂടിയാണ്. നമുക്ക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ ഡോക്ടർ ഇതിനകം എടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതായത് ഗുണകരമായ ആശയവിനിമയം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഡോക്ടർ അജിനി മാളിയേക്കലിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കും. ഡോക്ടർ സ്റ്റൈല. താങ്ക് യു എവ്രിവൺ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത്, പക്ഷെ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് നടക്കുന്നത്. കാരണം നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരത് മനസ്സിലാക്കിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിച്ച വിഷയം നമ്മൾ മറ്റൊരാളിൽ എത്തിക്കുകയാണെങ്കിലാണ് അതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അത് കമ്മ്യൂണിക്കേഷൻ ആവുന്നില്ല. നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാകണം, അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കണം. അപ്പോഴാണ് അത് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം പോലെ, ഒരാൾ കേൾക്കാനും കൂടെ വേണം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണല്ലോ അതൊരു കമ്മ്യൂണിക്കേഷൻ ആകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആദ്യം വേണ്ടത് ഒരു ഗുഡ് ലിസണർ ആകുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു കേൾവിക്കാരനായിരിക്കണം എപ്പോഴും, എന്നാലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരാളുടെ സംസാരം നല്ല ശ്രദ്ധിച്ച് കേൾക്കുകയും അവരുടെ രീതികൾ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കേൾക്കണം. അപ്പം ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എത്ര തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വോക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുന്നു. അപ്പോൾ അവർ ഇതുപോലെ സ്ലൈഡുകൾ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ സ്ലൈഡ് കൂടെ നമ്മൾ കാണുന്നത് കാഴ്ചയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. വർത്താനത്തിൽ കൂടെ കേൾക്കുന്നത് 7% ആണ്. പിന്നെ അല്ലാതെ നമ്മൾ വോക്കൽ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കേട്ടല്ലോ, ഊ, ഓഹോ, ആഹാ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് നമുക്ക് വോക്കൽ കമ്മ്യൂണിക്കേഷനിൽ, അതായത് ടോണ്, പിച്ച്, സൗണ്ട്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് മൊത്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മുടെ കൈയെടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നു, നമ്മുടെ വാക്കുകൾ കൺവേ ചെയ്യുന്നു. പിന്നെ വേറൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഓ അങ്ങനെയോ, അത് ശരി, ഓക്കെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ്, അങ്ങനെ പലതരം രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആക്ട് ഓഫ് കൺവേയിങ് ഇൻഫർമേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ 75% ഓഫ് നമ്മുടെ ഒരു ദിവസത്തെ ടൈമും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം, അതായത് നമ്മളുടെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യേണ്ടി വരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതല്ലാതെ ഒരു മനുഷ്യൻ, നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ മനുഷ്യന്മാരും അവർ 24 മണിക്കൂറും അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ ആ പിള്ളേരോട് കഥ അടയ്ക്കാൻ പറയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇത് രാവിലെ മുതൽ നമ്മൾ തുടങ്ങുന്നതാണല്ലോ. ഒരു വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമുക്ക് പറ്റത്തില്ല. പക്ഷെ വേറൊരാൾക്ക് അത് ഷെയർ ചെയ്യേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷന്റെ റെലവൻസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, റെലവൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ ടു സക്സസ് ആൻഡ് അഡ്വാൻസ്മെന്റ്. എപ്പോഴും നമുക്ക് ഒരു ഫേമിലോ അല്ലെങ്കിൽ ഒരു
കൂട്ടത്തിലോ ഒരു പ്രദേശത്തോ ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സക്സസ് നേടണമെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നു, ഞാൻ ഇവിടെ എന്തിനു വന്നു, എന്താണ് എൻ്റെ പേർപ്പസ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, ചിലപ്പോൾ നമ്മളിപ്പോൾ ചില നല്ല ആൾക്കാരെ വരെയും നമ്മൾ തെറ്റിദ്ധരിക്കും. ഇയാളുടെ ലക്ഷണം കണ്ടിട്ട് ഇയാൾ അത്ര എന്തിനു വന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കണം എന്നില്ല. പക്ഷെ എന്നാലും നമ്മളത് വ്യക്തമായിട്ട് കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ട് യു സേ ഓർ റൈറ്റ് ദാറ്റ് ഈസ് യു. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും എഴുതുന്നതും ഒക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ. ഇപ്പോൾ കുറച്ച് നേരത്തേക്കൊക്കെ, ഇപ്പം ഇതുപോലൊരു പ്രസൻറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് നേരത്തേക്കൊക്കെ നമുക്കൊന്ന് അഭിനയിച്ചൊക്കെ ഇരിക്കാൻ പറ്റും ഇല്ലേ? നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതുപോലെ പ്രസംഗിക്കാനോ അതുപോലെ നല്ലതായിട്ടൊക്കെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യത്തക്ക വിധത്തിൽ പെരുമാറാനോ നമുക്ക് കുറച്ച് നേരം സാധിക്കും. പക്ഷെ നമ്മൾ നീണ്ട ഒരു കോൺവെർസേഷൻ ആണ്, അല്ലെങ്കിൽ കുറച്ച് നേരം ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അവരുമായിട്ട് ഇടപഴകുവാണെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളത് നമ്മളുടെ വാക്കുകളിൽ കൂടെയും നമ്മളുടെ പ്രവർത്തികളിൽ കൂടെയും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കൂടെയൊക്കെ നമുക്ക് പുറത്തു വരും. എപ്പോഴും നമ്മൾ സ്പീഡ് കുറയ്ക്കണം. അത് എനിക്ക് എന്നോട് തന്നെയുള്ള മെസ്സേജാണ്. സ്പീഡ് കുറച്ച് വേണം സംസാരിക്കാനുള്ളത്. കാരണം മിക്കവാറും സ്പീഡ് കുറച്ച്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് നേരത്തേക്ക് അഭിനയിക്കും എന്ന് പറഞ്ഞതുപോലെ, തുടങ്ങുമ്പോൾ ഞാനും സ്പീഡൊക്കെ കുറച്ച് തുടങ്ങും. പക്ഷെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു വരുന്നതിൻ്റെ സ്പിരിറ്റിൽ അങ്ങനെ പോകുമ്പോൾ നമ്മൾ അറിയാതെ സ്പീഡ് കൂടും. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണമെങ്കിൽ, നമ്മൾ പറയുന്ന എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ എപ്പോഴും സ്പീഡ് കുറച്ച് വേണം പറയാൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം. പിന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം എന്തെങ്കിലും നമ്മൾ കൺവേ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതായിരിക്കത്തില്ല, എല്ലായ്പ്പോഴും നമുക്കറിയാവുന്നതായിരിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ വേറൊരാളുടെ നിന്ന് കോപ്പി ചെയ്തതായിരിക്കും, വേറൊരാളുടെ സ്റ്റൈല് കോപ്പി ചെയ്തതായിരിക്കും, വേറൊരാളുടെ മെസ്സേജ് എടുത്തതായിരിക്കും. അതൊക്കെ നമുക്ക് അങ്ങനെ എടുത്താൽ പോലും അത് നമ്മളുടെ ഭാഷയിൽ നമ്മളുടേതായ രീതിയിൽ പറയണം. അല്ലാതെ ഞാൻ ഇത്രയും നേരം ഒരു കാര്യം പറഞ്ഞു, അതിനുശേഷം അവരുടെ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ നമ്മൾ പറയത്തില്ലേ അച്ചടി കോപ്പിയായിട്ട് അങ്ങനെ വിടരുത്. നമുക്കതിൽ നിന്ന് എന്താ ആദ്യം നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാര്യം നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നും നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. കാര്യം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ക്ലാസ്സിലൊക്കെ കുറച്ച് ടീച്ചേഴ്സൊക്കെ അവരുടെ നോട്ട്ബുക്കും കൊണ്ടുവരും, അവർ പഠിച്ച സമയത്തുള്ള നോട്ട്ബുക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ നോട്ട്ബുക്ക് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് നോക്കി അവർ പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, അവർ ആ നോട്ട്ബുക്ക് നോക്കി അതേപോലെ വായിക്കും, അല്ലെങ്കിൽ അതേപോലെ കുറച്ച് നോട്ട്സ് തരും. അപ്പൊ അവിടെ നമുക്ക് അവരവരുടെ ടീച്ചേഴ്സിന്റെ സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ നോട്ട്സ് ആണ് ഫോളോ ചെയ്യുന്നത്, കുഴപ്പമില്ല, ഓക്കെ, സമ്മതിക്കാം. പക്ഷെ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്കത് എന്ത് മനസ്സിലായി എന്ന് നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഒരാള് മിക്കവാറും ഇപ്പം ആൾക്കാർ പറയും അത് അവരെ കോപ്പി അടിച്ചു, ഇത് ആശയങ്ങളൊക്കെ ഒന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർ പറയുന്നത് ചിലപ്പം നമ്മൾ അവരുടെ ആശയങ്ങൾ എടുത്തു എന്ന് വരും. പക്ഷെ എന്നാൽ പോലും അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് വേണം അത് കൺവേ ചെയ്യാൻ. പിന്നെ എപ്പോഴും ഒരു പോസ് എടുക്കണം. നമ്മൾ ചില ഡോക്ടർ, നമ്മുടെ വേദ ഏതാ വിഭവയ എന്തോ ഒരു ഡോക്ടർ വളരെ സാവധാനത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ ആസിഡ് ഗ്രൂപ്പിന്റെ മെഡിസിനൊക്കെ അന്നെടുത്ത് വളരെ സാവധാനത്തിൽ പോസ് ഇട്ട് വളരെ ഇതിലാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ ഒരാൾ പോസ് ഇടുമ്പോൾ, ഇപ്പൊ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നിർത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇതെന്താ പറയാത്തതെന്നൊന്ന് നോക്കും. ആരാണെങ്കിലും കുറച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇടയ്ക്കൊരു വലിയ ഗ്യാപ്പ് ഇടണം എന്നല്ല, ഏതൊരു കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചെറിയ പോസ് കൊടുക്കണം. സ്പീഡ് കുറയ്ക്കണം, ഒരു പോസ് കൊടുക്കണം. കോപ്പി അടിച്ചാലും അത് എന്തുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അത് ഡെലിവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിസൺ ചെയ്യണം നമ്മൾ എപ്പോഴും, ഇത് ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഐഡിയ കിട്ടിയാൽ സിംപ്ലിഫൈ യുവർ ഐഡിയാസ്. എപ്പോഴും നമ്മൾ നമ്മുടെ ഐഡിയയെ ചെറുതാക്കണം എന്ന് വെച്ചാൽ ചെറുതായിട്ട് കാണണം എന്നല്ല, ചെറിയ ഫോമിലാക്കണം, ഒരു ക്യാപ്സ്യൂൾ ഫോമിലാക്കണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് ഈ കോക്കനട്ട് പുഡിങ് ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ ഫുജിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ഇവിടെ UAE വന്നപ്പോൾ. അപ്പോൾ ഫുജിറയിൽ ഞാൻ പോയി
ഒരു വീട്ടിൽ നിന്ന് കോക്കനട്ട് പുഡിങ് കഴിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കരിക്കിൻ്റെത് കഴിച്ചിട്ടുണ്ട്. കോക്കനട്ട് പുഡിങ് ഞാൻ അന്ന് ആദ്യം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, അത് അജ്മ എന്നാണ് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. അത് അജ്മ, അത് പിന്നെ കോൺഫ്ലേക്സ് എടുത്ത് വറുത്ത് വെക്കണം, മറ്റേ കാഷ്യൂ എടുത്ത് വറുത്ത് വെക്കണം, പിന്നെ തേങ്ങയുടെ പാല് എടുത്ത് ഇങ്ങനെ വെക്കണം, പിന്നെ മിൽക്ക് മെയ്ഡ് വേണം കേട്ടോ ഇതിന്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ കേട്ട് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു, വേണ്ടിത്ത, എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് തോന്നുന്നു, പറയണ്ടെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ആ പറയുന്ന സ്റ്റൈൽ കണ്ടപ്പോ അത് ആദ്യമേ പിന്നെ ഡബിൾ ബോയിൽ ചെയ്യണം ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഞാനിപ്പം എപ്പോഴും ആര് ഗസ്റ്റ് വന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനം അത്. കാര്യം എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. ഇത് ഒരു പാത്രം ഒരു അടുപ്പിൽ പോലും വെക്കാതെ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഓരോരോ സാധനങ്ങൾ, ഈ പറഞ്ഞതായ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് നമ്മുടെ ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് ഇളക്കി എന്താ പറയുന്നത്, ജലാറ്റിനും കൂടെ ഇട്ട് വെച്ചാൽ പുഡിങ് ആയി കഴിഞ്ഞു. ഇത്ര. അപ്പൊ അത് പറയുമ്പോൾ ഉള്ള സിംപ്ലിസിറ്റി, അത് നമ്മൾ ഈ പറയുമ്പോൾ അതിനെ ആകെ കുളമാക്കി വലിയൊരു സംഭവമാക്കി പറയുമ്പോൾ അത് പകുതിയെ പുള്ളിക്കാരി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, വേണ്ടിത്ത, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത്രയും മെനക്കെട്ട പണിക്കൊന്നും ഞാൻ നിൽക്കൂല, ഇത്താക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തി. പക്ഷെ അത് തന്നെ പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടപ്പം, ഞാൻ വായിച്ചപ്പോൾ, ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ഈസി. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, അയ്യോ, ഇത്ര ഈസി ഉള്ളൊരു സാധനമാണോ ഇത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മളുടെ ഐഡിയാസിനെ സിംപ്ലിഫൈ ചെയ്ത് പറയണം. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഐഡിയ, മെസ്സേജ്, പോസ്, പിന്നെ റിസീവർ, നമ്മൾ പറയുന്ന ആള്, കേൾക്കുന്ന ആളെ കുറിച്ചൊരു ധാരണ വേണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനോ ഒക്കെ പോയാൽ പറ്റത്തില്ല. റിസീവറിനെ കുറിച്ചുള്ള ഒരു എമ്പതി വേണം. നമ്മൾ പറയുന്ന ആൾക്കൊരു ഇത് വേണം. പിന്നെ നമ്മൾ സെക്യൂരിറ്റി കൺസേൺ എല്ലാം നോക്കണം. സെൽഫ് അവയർനെസ് വേണം. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു അവയർനെസ് വേണം. മറ്റുള്ളവരെ മനസ്സിലാക്കണം. കെയറിങ് ഫോർ അതേഴ്സ്, ചൂസിങ് റൈറ്റ് വേർഡ്സ്, ഫ്രേസസ് ആൻഡ് ഇഡിയംസ്. നമ്മൾ എപ്പോഴും നമ്മൾ കറക്റ്റ് വേർഡ് തന്നെ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ കറക്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സംസാര ഭാഷയിൽ ഓരോന്നായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ സംസാര ഭാഷേനേക്കാളും നമ്മൾ എന്താ പറയുന്നത്, കുറച്ചുകൂടെ നല്ല എന്താ പറയുന്നത്, ഭംഗിയുള്ള ഭാഷകൾ ഉപയോഗിക്കാനായിട്ട്, കറക്റ്റ് വേർഡുകൾ ഉപയോഗിക്കാനായിട്ടും, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു നാട്ടിൽ അതാണ് പറയുന്നതെങ്കിലും പൊതുവായിട്ട് ഒരു റിട്ടൺ ലാംഗ്വേജിലൊക്കെ പറയുന്ന എല്ലാവരും ഒന്ന് തന്നെയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നമ്മളത്. പിന്നെ സെൽഫ് എസ്റ്റീം വേണം. നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമുക്ക് ആത്മാഭിമാനവും വേണം. എന്താ പറയുന്ന, സെൽഫ് കോൺഫിഡൻസും വേണം. പിന്നെ ഷെയറിങ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കണം. പിന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് നമുക്ക് എന്ത് പറ്റും? നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടോ സബോർഡിനേറ്റ്സിനോടോ സീനിയേഴ്സിനോടോ ഒന്നും വർത്താനം പറയാനും ഒക്കെ ആയിട്ടുള്ള നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എവിടെ കുറയുന്നോ അവിടെ നമുക്ക് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല കുഴപ്പങ്ങളും ഉണ്ടാവും. എല്ലായ്പ്പോഴും നമ്മളെ ഇങ്ങോട്ട് വന്ന ആളുകൾ അപ്രോച്ച് ചെയ്ത് എന്താ കാര്യം എന്നൊന്നും ചോദിച്ചെന്നിരിക്കത്തില്ല. എപ്പോഴും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാൻ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ അധികാരം കാണിച്ച് ഒന്നും പറയാനും പാടില്ല. പിന്നെ അസംഷൻ ദാറ്റ് ആർ നോട്ട് വാലിഡ് ഓർ ടെസ്റ്റ്, നമ്മൾ വെറുതെ ഊഹാപോഹങ്ങളൊന്നും അടിച്ചു വിടരുത്. നമുക്ക് വ്യക്തമാണെന്നുള്ള ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലേബൽ അതേഴ്സ് ടു കൺവീനിയന്റ് കാറ്റഗറീസ് ടു വേരിയസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതിക് ഫിസിഷ്യൻ അൺപ്രജുഡ്യൂസ്ഡ് ഒബ്സർവർ ആയിരിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രജുഡ്യൂസ് വെച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. അൺസർട്ടൻറ്റി അബൌട്ട് ദ ഔട്ട്കം ആൻഡ് ഒരു വ്യക്തത, സർട്ടൻറ്റി ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റത്തില്ല. റിഫ്രഷ്മെന്റ് ടുവേർഡ്സ് റിസെന്റ്മെന്റ് ടുവേർഡ്സ് എവ്രി വൺ, ഈഗോ ക്ലാഷസ് വിത്ത് വൺ ആൻഡ് ഓൾ. അപ്പം നമ്മൾ ഈ പ്യുവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഫെയിലിയർ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ ഇത് സെൻറ്റർക്ക് ഒരു ഐഡിയ കാണും. ഇപ്പം എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ എൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഐഡിയ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. ഈ മെസ്സേജ് ഒരു റിസീവറുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഇപ്പം നമ്മളിവിടെ എത്ര പേരുണ്ട്? 30 എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇത് ഓണാക്കിയത്. അത്രയും പേര്, 30 പേര് ഒരുപോലെ അത് എടുക്കണം എന്നില്ല. റിസീവർ ഡീകോഡ് ചെയ്ത് ആ മെസ്സേജിനെ ഓരോരുത്തരും എടുക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. പക്ഷെ ജനറലി നമ്മൾ കൊടുക്കുന്ന ഒരു ഐഡിയ ആയിരിക്കും. എന്നാലും ഓരോരുത്തർ കേൾക്കുമ്പോൾ അത്
വ്യത്യാസമാകും. നമ്മൾ മറ്റേ പണ്ടൊരു ഗെയിം കളിക്കുമല്ലോ, ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞിട്ട് പിന്നെ ചെവി പറയുമ്പോഴത്തേക്ക് ആ സംഭവം തന്നെ മാറിപ്പോകുന്ന ഒരു കളിയുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മളത് ഓരോരുത്തരും എടുക്കുന്നതായിരിക്കും. അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ബേസിക് മോഡൽ. അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതൊരു മെസ്സേജ് ആയിട്ട് അവിടെ ചെല്ലുന്നു, അവരുടെ ഇതായിട്ട് ഡീകോഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ പോസിബിൾ അഡീഷണൽ ഫീഡ്ബാക്ക് ടു റിസീവർ, ഫീഡ്ബാക്ക് ട്രാവൽസ് ടു സെൻഡർ. ഓക്കെ, പിന്നെ നമ്മുടെ മോസ്റ്റ് കോമൺ വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാന്ന് വെച്ചാൽ സ്പോക്കൺ വേർഡ്, റിട്ടൺ വേർഡ്, വിഷ്വൽ ഇമേജ്, ബോഡി ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ബോഡി ലാംഗ്വേജ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജ് മറ്റുള്ളവർക്ക് നമ്മളുടെ ബോഡി ലാംഗ്വേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ളത് സ്പോക്കൺ വേർഡ്, റിട്ടൺ വേർഡ്, വിഷ്വൽ ഇമേജ് ആൻഡ് ബോഡി ലാംഗ്വേജസ് ആണ്. ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് ബോഡി ലാംഗ്വേജ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വാഗുകൊണ്ട് പറയുന്നത്. മിക്സഡ് കമ്മ്യൂണിക്കേഷൻ, രണ്ടും കൂടെ ചേർന്നത്. നമ്മൾ ബോഡി ലാംഗ്വേജ് അതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. നമ്മൾ സംസാരിക്കുകയും നമ്മളുടെ ബോഡി മൂവ്മെന്റ്സും നമ്മളുടെ പോസ്ചറും നമ്മളുടെ നിപ്പും ഒക്കെ കൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പം നമ്മൾ ഞാൻ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുക എന്നിങ്ങനെ ഞാൻ പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഒരു സന്തോഷത്തിന്റെ ഭാവവും ഇല്ലാതെ സന്തോഷം കൊണ്ട് വയ്യ എന്ന് നമ്മൾ കടുപ്പിച്ച് നമുക്ക് പറഞ്ഞാൽ അത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യാതെ വരും. ഞാനിപ്പോൾ ഭയങ്കര കോൺഫിഡൻസോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ തൂങ്ങിപ്പിടിച്ചിരുന്നാൽ അതിനും വ്യത്യാസം വരും. അപ്പം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ സംസാരവും നമ്മളുടെ ബോഡി ലാംഗ്വേജും തമ്മിൽ മാച്ച് ചെയ്യണം. അത് നമ്മൾ പർപ്പസ്ഫുള്ളി മാച്ച് ചെയ്തെടുക്കുന്നതൊന്നുമല്ല. നോർമലി നമ്മൾ മനസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് മാച്ചായി വരും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ഇവർ ഇങ്ങനെ തംസപ്പ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്. അത് അതിൽ എടുത്ത് പറയണം എന്നില്ല, കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ലെസ് സ്ട്രക്ചേർഡ്, ഹാർഡർ ടു ക്ലാസിഫൈ, മോർ സ്പോണ്ടേനിയസ്, ലെസ് കൺട്രോൾ. നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് അഭിനയിച്ച് നിൽക്കാമെന്ന് പറഞ്ഞാലും നമ്മളുടെ അകത്തുള്ളതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഇതിലൊക്കെ വരും. നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മുടെ കൈ കാണിക്കുന്നതിലും നമ്മളുടെ മുഖത്തും ഒക്കെ പുറത്തു വരും. അപ്പം നമുക്കത് പിന്നെ ചില കാര്യങ്ങൾ, ചില ആൾക്കാർ ബോഡി ലാംഗ്വേജസ് ഒക്കെ ഒരുപാട് പഠിച്ചു വച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ഊഹാപോഹങ്ങൾ പഠിച്ചു വിടും. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ബോഡി ലാംഗ്വേജിൻ്റെ ക്ലാസ് എടുത്ത ഒരു ഫാദർ പറഞ്ഞു, ആ ഫാദർ ഒരു സിസ്റ്റർ വന്ന് ബോഡി ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്ററിൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞ്, ഫാദർ എന്തുവാ ടീച്ചർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അപ്പോൾ ഫാദർ പറഞ്ഞ്, ഞാൻ എന്താ അങ്ങനെ ചോദിച്ചതെന്ന്. ഞങ്ങൾ തല ചൊറിഞ്ഞാൽ പറയും നിങ്ങളിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞങ്ങൾ ഇവിടെ കൈവച്ചാൽ പറയും നിങ്ങളിപ്പോൾ അതാണ് ചിന്തിക്കുന്നത്, ഞങ്ങൾ കൈ കെട്ടിയിരുന്നാൽ പറയും നിങ്ങൾ എന്നെ റിജക്റ്റ് ചെയ്യുവാണെന്ന്. അങ്ങനെ ഇപ്പം ഞങ്ങൾ വി ഡോണ്ട് നോ വെയർ ടു കീപ്പ് അവർ ഹാൻഡ്സ് എന്ന്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ചിലരത് ഓവറായിട്ട് ഇങ്ങനെ വെച്ചാൽ അതാണ്, മറ്റേ രീതിയിൽ വെച്ചാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഓവറായിട്ട് ഊഹിക്കും. അങ്ങനെയല്ല, നമുക്ക് എന്നാലും ഇതൊന്നുമില്ലെങ്കിലും നമ്മളുടെ എനർജി എന്താണ്, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ എന്താ പറയുന്നത്, ആ എനർജി നമുക്ക് അനുഭവപ്പെടും. കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുക തന്നെ ചെയ്യും. ഇനി അവർ ചിരിച്ചൊക്കെ കാണിച്ചാലും നമുക്കത് അറിയാനായിട്ട് പറ്റും. പിന്നെ കെനസിസ് ഓഫ് ഓർ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജിന് ഇപ്പം നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതിന് തന്നെ പറയുന്നതാണ് പ്രോക്സിമിക്സ് ഓഫ് സ്പേസ് ലാംഗ്വേജ് ആൻഡ് പാരാ ലാംഗ്വേജ്. സ്പേസ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വർത്താനം പറയുമ്പം ഇപ്പം നേരിട്ട് വർത്താനം പറയുവാണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരൊരു സ്പേസ് എടുക്കും. അത് നമ്മൾ ആലോചിച്ച് ഒരു സ്പേസ് എടുക്കുന്നതല്ല, നമ്മൾ അറിയാതെ തന്നെ ആ ഒരു സ്പേസ് നമ്മൾ കീപ്പ് ചെയ്യും. ഒരുപാട് നമ്മൾ അടുത്തോട്ട് സംസാരിക്കത്തില്ല. ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന കാണുമ്പം അവരുടെ ബോഡി ലാംഗ്വേജ് വേറെ ആയിരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് വേറെ ആയിരിക്കും. ക്ലാസ്മേറ്റ്സ് തമ്മിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് വേറെ ആയിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും. പിന്നെ പാരാ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മൾ ആഹാ ഓഹോ ഒക്കെ മൂളുന്നത്, സംസാരിക്കുന്നത്, ഇങ്ങനത്തെ ഒക്കെയാണ് പാരാ ലാംഗ്വേജ്. കെനസിസ് ഇസ് ദ സ്റ്റഡി ഓഫ് ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Types of body languages: postures, gestures, facial expression, eye contact, bodily contact, appearance, silence. നമ്മൾ ഒരാൾ നിൽക്കുന്നത്, അയാളുടെ മുഖത്തിന്റെ ഭാവങ്ങൾ, ഐ കോണ്ടാക്ട് വെക്കുന്നത്,
ബോഡിലി കോണ്ടാക്ട്, അപ്പിയറൻസ്, സൈലൻസ്, ഇതെല്ലാം നമുക്ക് ബോഡി ലാംഗ്വേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന, ഒരാളെ നോക്കുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റും അവരുടെ ഇപ്പം നമ്മൾ പറയുന്ന കാര്യത്തിൽ തന്നെ അവർ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നല്ല ക്ലാസ്സാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടിരുന്നു, ഓഹ് നല്ല സൂപ്പർ ക്ലാസ്സാ എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കം തൂങ്ങി നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മളത് കേൾക്കുന്നവർക്ക് അതൊരു വിശ്വാസം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ബോഡി കുറേ കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യും. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജിന്റെ പ്രാധാന്യം എന്താണ്? യൂസ് ടു എക്സ്പ്രസ് ദ ഇന്റിമസി, യൂസ് ടു എസ്റ്റാബ്ലിഷ് ദ ഡോമിനൻസ് ഓർ കൺട്രോൾ. അപ്പം നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിനേക്കാൾ കൈ പിടിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഒരു ഭാവം വരുമ്പോൾ താങ്ക് യു കേട്ടോ എന്ന് പറയുന്നു, തോളിൽ പിടിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ താങ്ക് യു കേട്ടോ എന്ന് പറയുമ്പോൾ ആ ചിരിച്ചോണ്ട് ആ താങ്ക് യുവിന്റെ ഭാവത്തോടു കൂടി പറയുമ്പോൾ നമുക്ക് വേറെ ക്ഷമിക്കണം കേട്ടോ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ആ ഒരു ഭാവവും കൂടെ നമുക്ക് വരാം. അല്ലാതെ വെറുതെ താങ്ക് യു, സോറി, ഓക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇത് വരുന്നില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ബോഡി ലാംഗ്വേജ് പഠിച്ചിട്ട് എല്ലാവരും അഭിനയിക്കുന്നതല്ല. ഇതൊക്കെ നാച്ചുറലി നമ്മൾ മനസ്സിൽ നിന്ന് പറയുമ്പം നമ്മുടെ ബോഡി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ചെയ്യുന്നത്. പിന്നെ ചില സ്ഥലത്ത് നമ്മൾ പഠിക്കണം, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചിലപ്പം എന്താ പറയുക, കൈ കെട്ടി ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മെസ്സേജ് തരുന്ന ആൾക്ക് അത് ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം കൈ കെട്ടുന്നതാണ് നമുക്ക് കംഫർട്ടബിൾ എങ്കിലും നമ്മൾ കെട്ടാതെ ഒരു സദസ്സിലൊക്കെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ ലിസൺ ചെയ്യുകയോ ചെയ്യുമ്പോൾ മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ചെയ്യണം. The significance of body language reveals the working emotion, reveals the status. നമ്മുടെ സ്റ്റേറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ വർക്കിംഗ് ഓഫ് ഇമോഷൻസ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഇതിൽ കാണുന്നത് പോലെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടറെ അടുത്ത് പോയാൽ നല്ല ഡോക്ടറാണ്, നല്ല സംസാരിക്കുക, പക്ഷെ പുള്ളി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആളാണ്. അപ്പൊ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ തന്നെ ഇങ്ങനെ സമയം നോക്കും, ടൈം ഗോസ് ടു ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞ ഒരു സിംറ്റം ഉണ്ടല്ലോ നമുക്ക്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ നോക്കും, നമ്മുടെ സംസാരിക്കും, നമ്മളെ ലിസൺ ഒക്കെ ചെയ്യും, പക്ഷെ ഇങ്ങനെ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ കയറുമ്പോൾ തന്നെ ഒന്ന് നോക്കും, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് നോക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഡോക്ടർ കുറച്ച് ഹറിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഡോക്ടർ ഒരിക്കലും എനിക്ക് സമയമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ആ മെസ്സേജ് അവിടെ കൺവേ ചെയ്യുവാണ്. അപ്പോൾ എന്താണ് നമ്മുടെ മെസ്സേജ് എന്നുള്ളത് അത് കൺവേ ചെയ്യും. നിങ്ങൾ അങ്ങനെ പറഞ്ഞു ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടി സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ കൺവേ ചെയ്യുവാണ്. പിന്നെ റിവീൽസ് ദ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ട്രേറ്റ്സ്. ഇന്ന് അവരുടെ ഗുണങ്ങളും അവരുടെ ആറ്റിറ്റ്യൂഡും എല്ലാം നമുക്ക് ഏത് തരത്തിലാണ് അവർ ചിന്തിക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാകും. റിവീൽസ് ദ ട്രൂത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ അങ്ങനല്ലേ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടേ ഇല്ല, എനിക്ക് അങ്ങനെയാന്നൊക്കെ പറഞ്ഞാലും ചില ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, സത്യം മനസ്സിലാവും. സിഗ്നിഫിക്കൻസ് ഓഫ് ബോഡി ലാംഗ്വേജിൽ റീപ്ലേസ് ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. എപ്പോഴും നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കാരണം പറയാതെ തന്നെ പലതും പറയും. നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പറയാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ നമുക്കത് ഒരുപാട് ഉപകരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പേസ് ലാംഗ്വേജ്. ഇതിൽ ഓരോരുത്തരും സംസാരിക്കുന്നത് നോക്കുമ്പോൾ ഓരോ തരത്തിലാണ് അവരുടെ പോസ്ചർ, അവരുടെ നിപ്പ് ഒക്കെ. അപ്പം നമുക്ക് ആ ഇതിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓഫീസറും ഒരു സബോർഡിനേറ്റും നിൽക്കുന്നതും, ഒരു ഫ്രണ്ട്സ് നിൽക്കുന്നതും, ഒരു എന്താ പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിൽക്കുന്നതും, ഇതിനെല്ലാം അവർ ഓരോരുത്തർ കീപ്പ് ചെയ്യുന്ന ഓരോ സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ രീതിയിലായിരിക്കും. നമ്മളിപ്പം ഒരു തമാശ നമ്മൾ പറയുകയാണ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു തമാശ പറയുകയാണ്, അപ്പം നമ്മൾ ചിലപ്പോൾ അടിച്ചൊക്കെ സംസാരിക്കും, ഒരാളുടെ പുറത്തോട്ട് ഒരാൾ ചിരിച്ച് വീഴുകയൊക്കെ ചെയ്യും. അതേ തമാശ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീച്ചറുടെ അടുത്താണ് പറയുന്നതെങ്കിൽ തമാശ പറയും, പക്ഷെ അത് പറയുന്നത് വേറെ രീതിയിലായിരിക്കും. ഇതൊന്നും നമ്മൾ ബോഡി ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട് പറയുന്നതല്ല, നമ്മൾ അങ്ങനെ ആയിരിക്കും കൺവേ ചെയ്യുന്നത് നോർമൽ ആൾക്കാരുടെ ഇത്. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ അങ്ങനെയല്ല പെരുമാറുന്നതെങ്കിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താനുണ്ടെന്നുള്ളത് കൊണ്ടുമാണ്. പാരാ ലാംഗ്വേജ് എന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂളുക,
അതായത് വോക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് അക്കമ്പനി ദ സ്പീച്ച് ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ കമ്മ്യൂണിക്കേഷൻ ജനറലി കൺസിഡർ ടു ബി ദ പാർട്ട് ഓഫ് ദ നോട്ട് കൺസിഡർ ടു ബി ദ പാർട്ട് ഓഫ് ദ ലാംഗ്വേജ് സിസ്റ്റം. ഇപ്പം ലാംഗ്വേജ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി, ഓ ആ ഓ ഓഹോ ഓ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും. അപ്പൊ അത് നമുക്ക് സംസാരമായിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജുമായിട്ട് ചേർന്നത് തന്നെയാണ് ആ സംഭവങ്ങൾ. Paralanguage express the consciously and unconsciously. It includes pitch, volume, speech, facial expression and gestures. Okay. അപ്പൊ അതിലെന്തോ നമ്മൾ സംസാരിക്കുന്നതിന്റെ പിച്ച്, ഓളിയത്തിന് തന്നെ മോഡുലേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ഒരു രഹസ്യമാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ രണ്ടാൾക്കാരേ ഉള്ളായിരിക്കും ആ മുറിയിൽ, എന്നാലും നമ്മൾ കുറച്ച് അതെ നിങ്ങൾ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും കൂടെ അവരുടെ അടുത്തോട്ട് പോകും. രണ്ടുപേരെ ഒരു മുറിയിൽ ഇരിക്കുന്നുള്ളെങ്കിലും അതൊരു പരമരഹസ്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ അവരുടെ അടുത്തോട്ട് പോകും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഒച്ച കുറയ്ക്കും. ആകെ രണ്ടുപേരെ ആ വീട്ടിലുള്ളെങ്കിൽ പോലും ഒച്ചത്തിൽ നമ്മളൊരു രഹസ്യം പറയത്തില്ല, നമുക്കത് കുറച്ച് കുറയ്ക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഇത് ആ കൺവേ ചെയ്യുന്ന മെത്തേഡ് തന്നെ വ്യത്യാസമായിരിക്കും. അപ്പൊ നമ്മളൊരു രഹസ്യമാണെന്ന് ഒരാൾ പറയുന്നതിന് മുമ്പ് തന്നെ അത് രഹസ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളുടെ രീതി, ആ ഒച്ച കുറയ്ക്കുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു പാട്ടുണ്ടല്ലോ, അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലേ ഉച്ചിമേലെ വാനിടിന്ത് വീഴുകിன்ற പോതിലും അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലേ. വാനം ഇടിഞ്ഞ് തലേ വീണാലും പേടിയില്ല എന്നാണ് പറയുന്നത്. അത് നല്ല ഈണത്തില് അച്ചമില്ലേ അച്ചമില്ലേ എന്ന് പറഞ്ഞ് പാടിയാൽ അതിനൊരു രസമില്ല. ധൈര്യമാണ് ആ പാട്ട് കാണിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ആ പാട്ട് എങ്ങനെ തന്നെയാണ്, അച്ചമില്ലേ അച്ചമില്ലേ അച്ചമെൻപതില്ലയേ ഉച്ചിമേലെ വാനിടിന്ത് വീഴുകിன்ற പോതിലും അച്ചമെൻപതില്ലയേ എന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ പറയാം. അത് പേടിയില്ല എന്ന് കാണിക്കുന്നതാണ്. അതേസമയം നമ്മളിപ്പോ വേറൊരു പാട്ട്, ദിവാനി ഹേ ദിവാനി ദിവാനി ഹോ ഗൈ എന്ന് പറയുന്ന പാട്ട് നമ്മൾ ആ സ്ട്രോങ്ങിൽ പാടത്തില്ല. അത് കുറച്ചും കൂടെ നമ്മൾ ചെറിയ ഒച്ചയിലെ പാടത്തുള്ളൂ. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓളിയം, പിച്ച് ഇതെല്ലാം നമുക്ക് വ്യത്യാസമായിരിക്കും. അത് നമ്മുടെ സംസാരത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാളോട് കുറച്ച് ഒരു കാര്യം അങ്ങ് കൺവേ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒച്ച കൂട്ടും, നമുക്ക് ഇത് ചെയ്യും, കുറച്ചുകൂടെ സ്ട്രെങ്ത്തിൽ നമ്മൾ പറയും എന്നൊക്കെ ഉള്ളതാണ്. ഇനി വേർബൽ കമ്മ്യൂണിക്കേഷൻ, ഇത് കുറച്ചുകൂടെ ഈസിയാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ. കാരണം ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നേരിട്ട് ഒരു കാര്യം അങ്ങ് പറയാൻ പറ്റുന്നത് വളരെ ഈസിയാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്. പർപ്പസ് എന്താണ്, കാര്യം എന്താണെന്ന് നമുക്ക് എളുപ്പം പറയാം. പിന്നെ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ രീതിയിലാണ്? മീറ്റിംഗ്, കോൺഫറൻസ് കോള്, ഫോൺ കോള്, പ്രസന്റേഷൻ, വീഡിയോ, ഓഡിയോ റെക്കോർഡിംഗ്, അതർ ഫോംസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ ഓറൽ കമ്മ്യൂണിക്കേഷന് ഒരുപാട്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. അത് ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റിട്ടേണിൽ എന്താണ്? ലെറ്റേഴ്സ്, മെമ്മോസ്, ഇമെയിൽ, റിപ്പോർട്ട്സ്, വെബ്സൈറ്റ്സ്, പ്രൊമോഷണൽ മെറ്റീരിയൽസ്, അതർ റിട്ടേൺ ഡോക്യുമെന്റ്സ്. ഇപ്പോൾ ലെറ്റേഴ്സ് ആയിട്ട് എഴുതാം, മെമ്മോസ് ആയിട്ട് എഴുതാം, ഇമെയിൽ അയക്കാം, റിപ്പോർട്ട്സ്, വെബ്സൈറ്റിൽ കൂടെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു സ്ഥാപനം എന്താണെന്ന് നോക്കണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് തുറന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പ്രൊമോഷണൽ മെറ്റീരിയൽസ്, ഇപ്പം നമുക്ക് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. ഇവിടെയൊക്കെ എന്നും യുഎയിലൊക്കെ എന്നും കുറേ സൂപ്പർ മാർക്കറ്റിന്റെ പ്രൊമോഷന്റെ സാധനങ്ങൾ വരും. അവര് ഞങ്ങളുടെ സാധനത്തിന് ഇത്ര വില കുറവാണ് എന്നൊന്നും വിളിച്ചു പറയുന്നില്ല, അനൗൺസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഒരു നോട്ടീസ് നമ്മുടെ വീടിന് മുമ്പിൽ കാണും, അതിൽ വെള്ളരിക്കായ്ക്ക് ഇത്ര പൈസ, മറ്റേതിന് ഇത്ര പൈസ, ഇതിന് ഇത്ര കുറച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അവരവരുടെ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്ത് കഴിഞ്ഞു, ഇത്രയും നമുക്ക് ഞങ്ങൾ അതിൽ. അല്ലാതെ അവിടെ പോകുമ്പോൾ അവർ നമ്മളോട് ഞങ്ങൾ വില കുറച്ചിട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും പറയത്തില്ല. പ്രൊമോഷണൽ മെറ്റീരിയൽസ് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ അതർ റിട്ടേൺ ഡോക്യുമെന്റ്സ്. അഡ്വാൻറ്റേജ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാം, ഫ്ലെക്സിബിൾ ആണ്. എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പറയാതെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചാണ് എടുക്കുന്നത്.
ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും, എനിക്കെന്തോ അങ്ങനെ തോന്നി പുള്ളിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാലും അത് ശരിയായിരിക്കണം എന്നില്ല. മനസ്സിലായോ? അതേസമയം നമുക്ക് ഇതാണെങ്കിൽ നമുക്ക് ചോദിക്കാം, മനസ്സിലാക്കാം. നമുക്ക് കുറച്ചുകൂടെ ഡയറക്റ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലെന്തൊക്കെയാ നമുക്ക് ലിസ്ണിങ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ലിസ്ണിങ്ങും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, സ്പീക്കിങ്ങും ലിസ്ണിങ്ങും. അപ്പോൾ അതിൽ വർത്താനം പറയുക, ചാറ്റ് ചെയ്യുക, ചർച്ചകൾ നടത്തുക, അഡ്രസ്സ് ചെയ്യുക, കോൺവെർസേഷൻ നടത്തുക, ഇതെല്ലാം സ്പീക്കിങ്ങിൽ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ പെട്ടതാണ്. സ്റ്റൈൽസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. സ്റ്റൈൽസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ബെല്ലടിച്ചാരോ. അപ്പം സ്റ്റൈൽസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷനിൽ നോൺ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനിപ്പുലേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. നോൺ അസർട്ടീവ് അതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. നോൺ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്കായിട്ടൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ബോസ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് ചിലപ്പോൾ ചില ഐഡിയാസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഞാനതൊന്നും എക്സ്പ്രസ് ചെയ്യാതെ ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന് കേൾക്കുന്നതാണ് നോൺ അസർട്ടീവ് അല്ലെങ്കിൽ സബ്മിസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒപ്പീനിയനോ ഫീലിങ്സോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇതൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സ്വന്തം തോട്ട്സ് എല്ലാം നമ്മൾ അങ്ങ് ഇൻഅപ്രോപ്രിയേറ്റ് വേയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊന്നുമല്ല, അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ, മറ്റേതാണ് മറിച്ചതാണ്, അങ്ങനെ ഒരു എന്തായിട്ട് നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവരിൽ അങ്ങ് അടിച്ചേൽപ്പിക്കുക എന്ന് പറയത്തില്ലേ, അതാണ് ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. അതും അവരുടേതായ സ്റ്റൈലിൽ. നമുക്കിപ്പോൾ അവർക്ക് ചിലപ്പോൾ അറിയാം അവരുടെ വ്യൂസ് ആൻഡ് പോയിന്റ് കറക്റ്റ് അല്ല എന്ന് അവർക്ക് അറിയാം, എന്നാൽ പോലും അവർ അഗ്രസീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നോൺ അസർട്ടീവ്, ഇത് അഗ്രസീവ്. അടുത്ത അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. സ്റ്റാൻഡ് ഫോർ ദെയർ റൈറ്റ്സ്, നോട്ട് വയലേറ്റ് ദെയർ റൈറ്റ്സ്, എക്സ്പ്രസ് ദ ഓൺ വ്യൂസ്. അപ്പോൾ നമുക്ക് അതായത് മറ്റുള്ളവരെ ഡിസ്റ്റർബും ചെയ്യുന്നില്ല, നമ്മളുടെ തോട്ട്സും വ്യൂസും നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യുകയും നമ്മളുടെ കാര്യം എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ധൈര്യത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും, അത് ആരെയും കുത്തി നോവിപ്പിക്കാനോ നിങ്ങളുടെ ഒപ്പീനിയൻ കുഴപ്പമാണെന്ന് പറയാനോ അങ്ങനൊന്നുമല്ല, നമ്മൾ നമുക്കായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നു. പിന്നെ മാനിപ്പുലേറ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതും മറ്റേതുപോലെ തന്നെ ഒരാളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ വേറൊരു കമ്മ്യൂണിക്കേഷനാണ് പിന്നെ മാനിപ്പുലേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദെയർ സ്പോക്കൺ വേർഡ്സ് ഹൈഡ് ആൻഡ് അണ്ടർലൈങ് മെസ്സേജ്. ചിലപ്പോൾ അവർ പറയൂ ഇപ്പം ഇങ്ങനെയാകട്ടോ, അങ്ങനെ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചു, എൻ്റെ കൂട്ടത്തിലൊന്ന് വരാൻ പറയാനായിട്ട് ഞാൻ വിളിച്ചു എന്ന്. അപ്പം ഫ്രണ്ടിൻ്റെ അമ്മ വിളിച്ചപ്പോഴേ അവർക്ക് മനസ്സിലായി വരാൻ പറയാനാണ് വിളിക്കുന്നതെന്ന്, കൂട്ടത്തിൽ പോകാൻ പറയാനാണ് വിളിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ആ ഫോൺ എടുത്തോണ്ടേ തന്നെ, അയ്യോ ആൻറ്റി ഇവിടെ ചേട്ടന് വയ്യാതിരിക്കുന്നു എന്നൊക്കെ. അപ്പം ആ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ ആദ്യമേ പറയുവാണ്. നമ്മളുടെ കാര്യം എക്സ്പ്രസ് ചെയ്യുവാണ്, പക്ഷെ ആ വേർഡ്സ് കൊണ്ട് ഞങ്ങൾ വരുത്തില്ല എന്ന് പറയത്തില്ല, പക്ഷെ അത് അവിടെ ഇത് ചെയ്യുന്നു. പക്ഷെ മാനിപ്പുലേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ചും കൂടെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ അഡ്വാൻറ്റേജസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചുമ്മാ അതൊരു എക്സാമ്പിൾ പറഞ്ഞ, ചില മെസ്സേജസ് ഹൈഡ് ആകുന്നതിന് പറഞ്ഞതാണ്, പക്ഷെ അതല്ല മാനിപ്പുലേറ്റീവ് കമ്മ്യൂണിക്കേഷൻ. മാനിപ്പുലേറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ മെസ്സേജിനെ ഹൈഡ് ചെയ്ത് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത്, നമ്മുടെ സെയിൽസിലൊക്കെ വരുന്നവരൊക്കെ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ പേടിപ്പിച്ച്, അല്ലെങ്കിൽ സ്കേഴ്സിറ്റി പറഞ്ഞ്. ഇവിടെയൊക്കെ പ്രൊമോഷൻ, മിഡ് നൈറ്റ് പ്രൊമോഷൻ അങ്ങനെ വരും നമുക്ക്. അപ്പോൾ മിഡ് നൈറ്റിൽ എടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. പിന്നെ അല്ലെങ്കിൽ ഇന്നത്തേക്ക് 1 ഡേ പ്രൊമോഷൻ വരും, ഇന്ന് തന്നെ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ കുറവ്, സ്കേഴ്സിറ്റി കാണിച്ചിട്ട് ആളുകളെ, അപ്പം പെട്ടെന്ന് ഇന്ന് തന്നെ പോയില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ പോയി മേടിക്കും. നാളെ അതിനേക്കാൾ 2 രൂപയെ കൂടുതൽ കാണത്തുള്ളൂ, പക്ഷെ അവർ ഇത്രയും ലാഭത്തിൽ വിൽക്കുന്നില്ല. അങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്കേഴ്സിറ്റി, ഇന്ന് മാത്രമേ ഉള്ളൂ, ഇന്ന് 12 മണി വരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളറിയാതെ ഇതൊക്കെ പറയുന്ന ഞാനാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പോയി മേടിക്കും.
മനസ്സിലായ? അപ്പൊ അങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ ഈ അസർട്ടീവ് സ്റ്റൈലും സബ്മിസീവ് സ്റ്റൈലിലും ഉള്ള ആൾക്കാരുടെ വിചാരം ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവരൊന്നും ശരിയല്ല എന്നുള്ളതാണ്. സബ്മിസീവ് സ്റ്റൈലല്ല. സബ്മിസീവ് സ്റ്റൈലിലുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഓക്കെ അല്ല എന്നുള്ള അവരുടെ വിശ്വാസം കൊണ്ടാണ് അവർ മറ്റുള്ളവർ പറയുന്ന എല്ലാം കേൾക്കുന്നത്. എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറയാൻ പറ്റുമോ, പറയാൻ പറ്റത്തില്ലേ എന്നൊന്നും അവർക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ സബ്മിസീവിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഓക്കെ അല്ല എന്നാണ്. അതേസമയം അസർട്ടീവ് സ്റ്റൈലിലുള്ളവർ വിചാരിക്കുന്നത് ഞാൻ ഓക്കെയാണ്. അഗ്രസീവ് സ്റ്റൈലിലുള്ളവരും വിചാരിക്കുന്നത് ഞാൻ ഓക്കെയാണ്, ഞാനാണ് പറയുന്നത് കറക്റ്റ്. അപ്പോൾ മറ്റുള്ളവരൊന്നും ശരിയല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ ഈ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷനിലെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? അൺഫിറ്റ് ഫോർ ലെങ്തി മെസ്സേജ്, ലാക്ക് ഓഫ് റിട്ടേൺ പ്രൂഫ്, എക്സ്പെൻസീവ് മെത്തേഡ്, ലാക്ക് ഓഫ് ക്ലാരിറ്റി, പ്രസൻസ് ഓഫ് ബോത്ത് പാർട്ടീസ് നെസസറി. ഇപ്പോൾ രണ്ടുപേരും ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എഴുത്തൊക്കെ എഴുതുന്നതാണെങ്കിൽ നമുക്ക് എഴുതി അങ്ങ് വിടാം, മെയിൽ അയക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങ് വിടാം. പിന്നെ ലാക്ക് ഓഫ് ക്ലാരിറ്റി. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും അബ്സോർവ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ ക്ലാരിറ്റി കുറയും. അതേസമയം എഴുതുന്നതാണെങ്കിൽ എഴുതിയ കാര്യത്തിൽ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിരിക്കും. പിന്നെ എഴുതുന്നതാണെങ്കിൽ എപ്പോഴും നമുക്ക് പ്രൂഫ് കാണും. പിന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ ലെങ്തി ആയിട്ടുള്ള മെസ്സേജസ്, ഒരു പാരഗ്രാഫ് മുഴുവൻ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ നമുക്ക് പറയാം. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ നോർമലി പറയാം, ആ ബുക്ക് ഞാൻ അയച്ചു തരാം, അല്ലെങ്കിൽ അതിൻ്റെ PDF അയച്ചു തരാമെന്നേ പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഫോംസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ: ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, ലെക്ചേഴ്സ്, മീറ്റിംഗ്, ഇൻ്റർവ്യൂസ്, ടെലിഫോണിക് ടോക്ക്. ഇതെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫോംസ് ആണ്, നമുക്കറിയാവുന്നതാണ്. പിന്നെ റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ അഫയേഴ്സ്, ഗ്രേപ്പ് വൈൻ. ഇപ്പോൾ പരദൂഷണം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു, അവർക്ക് പ്രൊമോഷൻ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നതും പറയുന്ന കമ്മ്യൂണിക്കേഷനും എങ്ങനെയാണ്, അത് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ പോലെങ്കിലും എല്ലാവരും അറിയും. അങ്ങനത്തെ ന്യൂസുകൾ കുറച്ചും കൂടെ കൂടുതൽ അറിയും. പ്രൊമോഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞെന്ന് പറയണ്ട കേട്ടോ, ചോദിക്കല്ലേ പറയും. പക്ഷെ ഈ ചോദിക്കല്ലേ എന്ന് പറഞ്ഞു തന്നെ എല്ലാവരും, പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അന്ന് നമ്മൾ പഠിക്കുന്ന സമയമൊക്കെ ആണല്ലോ. അപ്പം പുള്ളിക്കാരി പറയും, അന്ന് ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ എല്ലാവരും പ്രപ്പോസലൊക്കെ നോക്കുന്ന സമയം. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു പ്രപ്പോസലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അജിനെ ആരോടും പറയണ്ട കേട്ടോ, ഇങ്ങനെ ഒരെണ്ണമൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞേയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് നിങ്ങൾ അറിഞ്ഞോ പുള്ളിക്കാരിക്ക് പെണ്ണ് കാണാൻ ആരോ വന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയൊന്നും പറയാൻ പറ്റത്തില്ല, അറിയത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആണോ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ ഒരു അത്ഭുതവും ഇല്ലേ, നിങ്ങളിങ്ങനെ അത് കേട്ടിട്ട് നിങ്ങൾക്കൊരു ഞാനപ്പോൾ എന്ന് പറഞ്ഞ് നിന്ന പോലെ. അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരോടും പറയണ്ട അത്, പക്ഷെ ഇതെല്ലാവരും അറിഞ്ഞും കാണും. പിന്നെ അതല്ലാതെ നമ്മൾ സെമിനാർസ് ആയിട്ടോ റേഡിയോ കൂടെയോ ടെലിവിഷനിൽ കൂടെയോ ഒക്കെ അങ്ങനെയോ അറിയും. ഇങ്ങനത്തെ ന്യൂസും അതേ ബൈബിളിൽ തന്നെ പെട്ടെന്ന് ഇതാവും. പിന്നെ 3 ലെവൽസ് ഓഫ് ലേണിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കില്ല്. ചൂസിങ് റൈറ്റ് വേർഡ്സ്. ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും നമുക്ക് പറയാൻ അറിയാമായിരിക്കും, പക്ഷെ അതിൽ ശരിക്കുള്ള വേർഡ് എന്താണ്, ശരിക്കും എങ്ങനെ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് കൺവേ ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. കൺസ്ട്രക്റ്റിംഗ് സെൻറ്റൻസ്, നല്ല സെൻറ്റൻസുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഡിസൈനിങ് പാരഗ്രാഫ്സ്. അപ്പോൾ നല്ലോണം എഴുതണമെങ്കിൽ നമ്മൾ നല്ല വേർഡ്സ്, സ്പെല്ലിങ് ഇതെല്ലാം നമ്മൾ നോക്കി വെച്ചിട്ട്. ചിലരുടെ റൈറ്റിങ് നല്ലതായിരിക്കും, ചിലരുടെ സ്പീക്കിങ് നല്ലതായിരിക്കും, ചിലർ നല്ല ലിസണേഴ്സ് ആയിരിക്കും. അപ്പം ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം എന്ത് കഴിവാണ് നമുക്കില്ലാത്തതെന്ന്. അപ്പം അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ നടക്കത്തില്ല, അത് വേറെ കാര്യം. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, മെയിനായിട്ട് എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് ഇംഗ്ലീഷിലുള്ള അത് മിക്കവാറും എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവാണെന്ന് ആൾക്കാർ പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ള നോളജ് കുറവാണ് എന്ന് ഉദ്ദേശിച്ചിട്ട് ആൾക്കാർ പറയും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവനവൻ ഏത് ലാംഗ്വേജ് ആണോ, എന്ത് കാര്യമാണോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവെന്നേ ഉള്ളൂ. കഴിവെന്നല്ല, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം എന്നേ ഉള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാരും പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷും ആശയവിനിമയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇംഗ്ലീഷ് ഒരു ഭാഷ, മലയാളം ഒരു ഭാഷ, തമിഴ് ഒരു ഭാഷ, ഹിന്ദി ഒരു ഭാഷ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ വെബിനാറിലൊക്കെ തന്നെ കണ്ടിട്ടില്ലേ,
എത്രയോ ആൾക്കാർ വന്ന് ട്രാൻസ്ലേറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് അവരിരുന്ന് പറയുന്നത്. അവർക്കത് അറിയത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നില്ല. പക്ഷെ നമ്മളിൽ പല ആൾക്കാരും ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കും. അതൊരു കുറവായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറവായിട്ട് വെച്ചിട്ട് ആ കുറവിനെ നികത്തണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളത് കുറവായിട്ട് കണ്ടിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വ്യത്യാസമാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പറയാൻ പോണ കാര്യത്തിൽ നല്ല വേർഡ്സും നല്ല കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പറയണം. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലെങ്തി മെസ്സേജ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെങ്തി മെസ്സേജസ്, പിന്നെ റിട്ടൺ പ്രൂഫ്, ഞാനത് അവിടെ എഴുതി കൊടുത്തായിരുന്നു, ഞാൻ മെയിൽ അയച്ചു, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും. നമ്മൾ പറയുന്നതിനേക്കാൾ എഴുതി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കും വ്യക്തത കിട്ടും, അവർക്കും വ്യക്തത കിട്ടും. നമുക്കാണെങ്കിൽ നമ്മളൊരു കാര്യം എഴുതി വെക്കുവാണെങ്കിൽ, ഒരു സാധനം മേടിക്കാനുള്ള ലിസ്റ്റ് തന്നെയാണെങ്കിലും ഓക്കെ ഇന്ന ഇന്ന സാധനം വേണം എന്ന് നമ്മുടെ മനസ്സിൽ ഓർക്കുന്നതിനേക്കാളും എഴുതി വെക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കും ക്ലാരിറ്റി കിട്ടും. ഇനി ആ ലിസ്റ്റ് എടുക്കാൻ മറന്നാലും എഴുതി വെച്ചാൽ നമ്മുടെ മനസ്സിൽ കാണും. പിന്നെ ലെസ് എക്സ്പെൻസീവ് മെത്തേഡ്, പ്രസൻസ് ഓഫ് ബോത്ത് പാർട്ടീസ് നോട്ട് നെസസറി. കാരണം ഓറൽ കമ്മ്യൂണിക്കേഷൻ ഒരാളെങ്കിലും കേൾക്കാൻ വേണം, എന്നാലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ അന്തരീക്ഷത്തിൽ വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ അയക്കുകയോ നമുക്ക് അവരെ കാണുമ്പോൾ കൊടുക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ടൈം സേവിങ് ആണ്, ട്രൂ ആൻഡ് എഫക്റ്റീവ് ആണ്. കമ്മ്യൂണിക്കേഷൻ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്, നമുക്ക് പല പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അൺഫിറ്റ് ഫോർ അൺഎഡ്യൂക്കേറ്റഡ് പേഴ്സൺസ്, അതിപ്പം വളരെ കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ വേസ്റ്റേജ് ഓഫ് ടൈം, നോ ക്വിക്ക് ഇൻഫർമേഷൻ ഫീഡ്ബാക്ക്. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെയിൽ നമ്മൾ ഒരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് മെയിൽ അയച്ചാലേ മെയിൽ അയക്കുന്നത് വരെ നമുക്ക് ആ ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാൻ പറ്റത്തില്ല. അതേസമയം നമ്മളിപ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കാം, ഇന്ന കാര്യം ഇങ്ങനെയാണ്, അത് എന്താ നിങ്ങളുടെ അഭിപ്രായം, അപ്പോൾ യെസ് ഓർ നോ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് താമസിക്കും. അപ്പോൾ മിക്സഡ് കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിളാണ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്നുള്ളത്. പിന്നെ പെർഫോമൻസ് റിവ്യൂസ്, ഇപ്പം നമ്മളൊരു കാര്യം എടുത്തു, ഒരു ക്ലാസ് എടുത്തു, ഇപ്പം നമ്മൾ ക്ലാസ്സുകളിലൊക്കെ തന്നെ അപ്പം തന്നെ നമ്മളോട് ഉടനെ പറയുകയാണ് ക്ലാസ് നന്നായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പേഴ്സണൽ ബാരിയേഴ്സ്, ഗ്രൂപ്പ്, നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് കാണും, ഗ്രൂപ്പ് ബാരിയേഴ്സ് കാണും, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് കാണും. ചോയ്സ് ഓഫ് വേർഡ്സ്, പേഴ്സണൽ ബാരിയേഴ്സിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ വേർഡ്സ് ഡെവലപ്പ് ചെയ്യുക, മറ്റുള്ളവരെ ലിസൺ ചെയ്ത് കുറച്ചുകൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വലുതാക്കുക, അല്ലെങ്കിൽ എഴുതുന്ന നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരഗ്രാഫ് ഉണ്ടാക്കാൻ പറ്റുക, ഇതൊക്കെ നമ്മൾ നേടിയെടുക്കേണ്ട സ്കില്ലുകളാണ്. പിന്നെ ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ, ഇപ്പം നമുക്ക് ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. വേറെ ആരെങ്കിലും ഒച്ച ഉണ്ടാക്കുക, അത് പറ്റത്തില്ല. ഇഫക്ട്സ് ഓഫ് ഇമോഷൻ, നെഗറ്റീവ് ഇൻഫർമേഷൻ, പുവർ ലിസണിങ്, ഇതെല്ലാം നമ്മളെ ബാധിക്കും. നമ്മളിപ്പോൾ ഒരു വിഷമിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മളെ പേഴ്സണലി ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ പേഴ്സണൽ ഇമോഷൻ, നെഗറ്റീവ് ഇൻഫർമേഷൻ, നമ്മളുടെ പുവർ ലിസണിങ് സ്കില്ല്, ഇതെല്ലാം നമുക്ക് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻ, ഇതെല്ലാം അവരവരെ ബാധിക്കുന്ന പേഴ്സണൽ ബാരിയേഴ്സ് ആണ്. Assumptions not clarified, use specialist language, faulty translation. അപ്പോൾ ക്ലിയർ അല്ലാത്ത മെസ്സേജസ്, ഇപ്പം നമ്മൾ ദേഷ്യപ്പെട്ടോ മറ്റോ ഒക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആകത്തില്ല, അല്ലെങ്കിൽ അവരെന്തിനാ ദേഷ്യപ്പെട്ടതെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. ഈ അടിയെല്ലാം വഴക്കെല്ലാം കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും മിക്കവാറും അവരെന്തിനാ ദേഷ്യപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ യൂസ് സ്പെഷ്യലിസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു സാധാരണ ആളോട് പറയാം ഇഡിയോസിൻക്രസിക് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഏതെങ്കിലും നമ്മുടെ മെഡിക്കൽ ടേം ഉപയോഗിച്ച് നമ്മൾ ഒരാളോട് സംസാരിച്ച, ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും പൊതുവെ നമ്മൾ അറിയാത്ത ഒരാളോട് മെഡിക്കൽ ടേമിൽ സംസാരിച്ചാൽ അത്
അത് ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജാണ്. ഇപ്പം ലോയേഴ്സിന് അവരുടെ ചില ലാംഗ്വേജ് കാണും, അത് അവർക്കേ മനസ്സിലാവുള്ളൂ. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് കുറച്ച് ലാംഗ്വേജ് കാണും, അത് അവർക്കേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പൊ അത് ഒരു ബാരിയറാണ്. ലാക്ക് ഓഫ് ക്ലാരിറ്റി, ലാക്ക് ഓഫ് പ്രിസിഷൻ, poorly chosen words and phrases, careless omissions. നമ്മൾ ശ്രദ്ധിക്കാതെ വിടുമല്ലോ. ഒരു കാര്യം ഇങ്ങനെ കണ്ടതിന് ശേഷം നമ്മൾ ഓർക്കാം, ആ ശരി, ബാക്കി നമ്മളങ്ങ് ഊഹിക്കും. കുറച്ച് കണ്ടിട്ട് ആ സ്വഭാവം എനിക്കുണ്ട്. നമ്മൾ ഇച്ചിരി വായിക്കും, വായിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ശരി, ഇന്നതാണ് എന്ന് വിചാരിച്ചിരിക്കും. പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഇതല്ല കാര്യം എന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ക്ലാരിറ്റി നമ്മൾ കുറച്ചൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് നമ്മളങ്ങ്, അതാണ് എല്ലാവരുടെയും ഒരു കുഴപ്പം. മിക്കവാറും കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇത് ഇത്രേ ഉള്ളൂ എന്ന് നമ്മൾ തന്നെ ഒരു ഊഹത്തിൽ അങ്ങ് എത്തും. അപ്പൊ അത് ഒരു ഇതാണ്. പിന്നെ എപ്പോഴും നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യക്തമാക്കി ചുരുക്കി പറയാനായിട്ട് നമ്മൾ ഇത് ചെയ്യണം. വേർഡ്സും ഫ്രേസസ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ വേർഡ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വായിച്ച് അത് മനസ്സിലാക്കണം. പിന്നെ ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജ് എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് ലോജിക്, ഒരു ലോജിക്കും ഇല്ലാതെ, പുവർ ഓർഗനൈസേഷണൽ ഐഡിയാസ്, ഇൻഅഡിക്വേറ്റ് വൊക്കാബുലറി, ഓക്വേർഡ് സെന്റൻസ് സ്ട്രക്ചർ. ഒക്കെ ഇങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത സെന്റൻസ് സ്ട്രക്ചർ, ഒരു ലോജിക് ഇല്ലാത്ത മെസ്സേജസ്, ഇതൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരും. ഗ്രൂപ്പ് ബാരിയേഴ്സിൽ പ്രിമച്വർ ഇവാലുവേഷൻ ഓഫ് ദ സെന്റർ. നമ്മളിപ്പോൾ ആദ്യം തന്നെ പറയും, അജിനി ഇപ്പം എന്തോ പറയാൻ പോണേ, ഇതൊക്കെ നമുക്കറിയാവുന്ന പുള്ളിക്കാരി ഇത് ഒരുപാട് നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് അജിനിയെ പറ്റി ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും, എന്താണ് പുള്ളിക്കാരി പറയാൻ പോണേന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഅറ്റൻറ്റീവ് ലിസ്ണിങ്, നമ്മൾ ചിലത് ശ്രദ്ധിക്കത്തില്ല. ആദ്യം തന്നെ ഇന്ന ആൾ ഇന്നതായിരിക്കും. ചിലപ്പം അയാൾ ഒരു പ്രാവശ്യം പറഞ്ഞത് അങ്ങനത്തെ കാര്യം എന്തെങ്കിലും നമുക്ക് വേണ്ടാത്തതാണെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും അത് നന്നായിരിക്കും, അത് എന്താണെന്ന് നമുക്ക് ലിസൺ ചെയ്യാൻ തോന്നില്ല. അവരുടെ അങ്ങനെയാ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശ്രദ്ധയില്ലാതിരിക്കുക. പിന്നെ ഒരു വിശ്വാസമില്ലായ്മ, ഈ പറയുന്നൊക്കെ ഒരു വെറും തള്ള നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഫെയിലുവർ ടു കമ്മ്യൂണിക്കേറ്റ്. പിന്നെ ചില സംസാരിക്കുന്നവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെയിലുവേഴ്സും ഉണ്ട്. പിന്നെ നമുക്ക് റിട്ടൻഷനുള്ള കുഴപ്പം ഉണ്ടാവും. നമ്മളിപ്പം ചില മെസ്സേജസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കേൾക്കും, നേരം കേൾക്കും. ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ക്ലാസ്സൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാം, പക്ഷെ അത് നമ്മുടെ മനസ്സിലത് ഇരിക്കത്തില്ല. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് നമ്മൾ പറയുന്നില്ല. നമുക്ക് റിലേഷൻഷിപ്പിൽ പോവാം. അപ്പോൾ റിട്ടൻഷന് വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ മെത്തേഡുകൾ, 10% റിട്ടൻഷൻ നമ്മളൊരു കാര്യം വായിച്ചാൽ നമുക്കുണ്ടാവും. 20% റിട്ടൻഷൻ നമുക്കത് കേട്ടാലുണ്ടാവും. അപ്പം നമ്മൾ ഈ വെബിനാറും സെമിനാറും ഒക്കെ നടത്തുന്ന വെച്ചാൽ കേട്ട കാര്യം നമ്മൾ വായിച്ചതിനേക്കാൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. 30% നമുക്ക് കാണുന്നതിൽ കൂടെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പാവയ്ക്ക കയ്പുള്ളൊരു സാധനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നു, അപ്പം നമുക്ക് മനസ്സിലായെന്ന് വെച്ചോ. പാവയ്ക്ക തിന്നൊരാൾ പറയണു, അയ്യോ അതിൻ്റെ കയ്പൊന്നും അറിയേണ്ടത് തന്നെയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലായി. പക്ഷെ പാവയ്ക്ക നമ്മൾ നേരിൽ കാണുമ്പോൾ നമുക്ക് പിന്നെ പാവയ്ക്ക എന്താണെന്നും അതെങ്ങനെയാണെന്നും ഒന്ന് മനസ്സിലാകും. 50% ഓഫ് വാട്ട് ദേ സീ ആൻഡ് ഹിയർ. പിന്നെ 70% നമ്മൾ പറയുന്ന അനുസരിച്ച്. പിന്നെ 90% ഒരാൾ പഠിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? അയാൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോഴുമാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ട് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാനെന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അപ്പം മിക്കവാറും പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറയും, എന്തുവാണ് പഠിച്ചത്, എനിക്കത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ നിന്ന് പറഞ്ഞു കേട്ട് പഠിക്കുമ്പം ചില കുട്ടികൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കും. ചില ആൾക്കാർ പഠിപ്പിക്കത്തില്ല, കാരണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചല്ലേ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നവരുടെ മെമ്മറിയിൽ നിന്ന് അത് പോകത്തേ ഇല്ല. പഠിപ്പിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ 90% നമ്മുടെ റിട്ടൻഷനിൽ നിൽക്കുന്നത്. നമ്മുടെ മെമ്മറി അവിടെ തന്നെ നിൽക്കും.
അപ്പോൾ വായിച്ചാൽ 10% എങ്കിൽ കേട്ടാൽ 20% നിൽക്കും. പിന്നെ ചില ഓരോരുത്തരുടെ സ്കിൽ അനുസരിച്ചിരിക്കും കേട്ടോ. ചില ആൾക്കാർ ഓഡിറ്ററി പേഴ്സണാലിറ്റീസ് ആയിരിക്കും, അവർക്ക് കേൾക്കുമ്പോഴായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ പോകും. നമ്മൾ എത്ര തന്നെ ലാംഗ്വേജ് സ്കില്ലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലേ മുതൽ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നതാണെങ്കിലും 2 വേർഡെങ്കിലും ഒരു ദിവസം പഠിച്ചാൽ 365 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും വേർഡുകൾ പഠിക്കാം. 10 പേജെങ്കിലും ഒരു ദിവസം വായിച്ചാൽ 1 വർഷം കൊണ്ട് ഇത്ര ബുക്ക് വായിക്കാം എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കണം. എന്നാൽ ഇത് നമ്മളിപ്പോൾ ഒരു പ്രസന്റേഷന് പോണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ 2 വേർഡ് കൂടുതൽ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നും, ഇതെനിക്കറിയാം, എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. വർക്ക് ഓൺ വോയിസ് മോഡുലേഷൻ, വർക്ക് ഓൺ ബോഡി ലാംഗ്വേജ്. ചില ഞാൻ പറഞ്ഞില്ലേ, ചില ബോഡി ലാംഗ്വേജിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ ഇരിക്കുന്ന പോസ്ചർ, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട്, അതായത് ഈ മൈൻഡിൻ്റെ ക്ലാസ്സൊക്കെ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ക്ലോസ്ഡ് പോസ്ചേഴ്സ് അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, അത് നമുക്കിപ്പോൾ ക്ലോസ്ഡ് പോസ്ചറിൽ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു സുഖം കിട്ടുന്നതെന്ന് പറയുമ്പോൾ, അല്ല അത് വേണ്ട, അത് നിങ്ങൾ ഓപ്പൺ പോസ്ചറിൽ ഇരിക്കുമ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് വന്നോളും എന്ന് പറയും. അപ്പം നമ്മൾ എന്താണോ നമ്മൾ നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന അതനുസരിച്ചിട്ടാണ് നമ്മുടെ മൈൻഡിന് മെസ്സേജ് പോകുന്നത്. അപ്പം നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യാനുള്ള ഒരു പോസ്ചറിലായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ നമ്മളെ കാണുമ്പോൾ ഓടി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കാണിക്കുന്നതും ഇങ്ങനെ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. റിസീവ് ചെയ്യാനുള്ള ഒരു മോഡാണ് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മളുടേത് അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിർബന്ധപൂർവ്വം നമ്മൾ 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് മാറ്റണം. അപ്പം നമ്മൾ ഇച്ചിരി നിവർന്ന് നടക്കണം, എന്നാലേ കോൺഫിഡൻസ് ശരിയായിട്ട് വരത്തുള്ളൂ. ശരിക്കും നിവർന്ന് നമ്മൾ നടന്ന് കഴിയുമ്പോഴാണ് നമുക്ക് അതായത് കോൺഫിഡൻസ് വരുന്നത് നിവർന്ന് നടക്കുമ്പോഴാണ് കോൺഫിഡൻസ് വരുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. പിന്നെ റീഡ് മോർ, ലിസൺ മോർ. പിന്നെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ന്യൂസുകൾ, ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ ആണെങ്കിലും സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സാജറേഷൻസ് ആണ് നമ്മുടെ ന്യൂസുകളിലും മറ്റുമൊക്കെ. 10 ന്യൂസ് കാണും ആൾക്കാർ. ഏതാണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് മനോരമയിൽ ഒരു ന്യൂസ് കാണും, കൈരളിയിൽ ഒരു ന്യൂസ് കാണും. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും തോറും അവർ ഇൻഫർമേഷൻ എടുക്കുമല്ല സത്യത്തിൽ. അവർ കേൾക്കുന്ന ആ ബാഡ് ന്യൂസിനെ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ അതങ്ങ് എടുക്കുകയാണ്. പിന്നെ നമ്മൾ രാത്രിയൊക്കെ ചെയ്യും, ഈ പിള്ളേരൊക്കെ ഇങ്ങനെ നശിച്ചു പോലെ. ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും നശിച്ചിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ പറയാമല്ലോ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഉപദ്രവിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആ ന്യൂസ് 10 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. നമ്മുടെ കുട്ടി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതിനെ കുറേ അങ്ങ് പേടിപ്പിച്ചു വിടും. അപ്പം ആ പേടിപ്പിച്ചു വിടുമ്പോൾ ആ കുട്ടിക്ക് വെറുതെ ഒരാൾ അവിടെ കാണാൻ നിൽക്കുവാണെങ്കിൽ അത് ആവശ്യമില്ലാതെ പേടിക്കുകയും ആ പേടിയെ അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം UAE-ലൊക്കെ കള്ളങ്ങളും മറ്റു കാര്യങ്ങളോ സ്ത്രീകളെ ഉപദ്രവിക്കലോ ഒക്കെ കുറവ് തന്നെയാണ്. പക്ഷെ ഇനി അഥവാ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ന്യൂസ് പേപ്പറിലിട്ട് കുറേ ആളുകളെ പേടിപ്പിക്കത്തില്ല. ചെറിയൊരു കുളത്തിൽ എവിടെയെങ്കിലും കാണും, നമ്മൾ വല്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. അതല്ലാതെ വേറൊരു പ്രചരണം ഇല്ല. എന്തിനാണെന്നറിയാം, അപ്പം നമ്മളെല്ലാം സേഫാണ്, നമുക്ക് ഏത് രാത്രി 2 മണിക്കാണെങ്കിലും പുറത്തിറങ്ങാനൊന്നും ഒരു പേടിയില്ല. പുറത്തിറങ്ങിയാൽ ഒന്നും സംഭവിക്കുന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു അല്പം കുഴപ്പം എവിടെയെങ്കിലും നടന്നാൽ പോലും അവരതിങ്ങനെ ന്യൂസിലിട്ട് പേടിപ്പിക്കുകയോ മനുഷ്യരെ ഇട്ട് ഇതാക്കുകയോ ചെയ്യുന്നില്ല. എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, രാത്രി ന്യൂസ് കണ്ടിട്ട് ഉറങ്ങുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാത്രി ന്യൂസ് കാണണ്ട. കാര്യം അത് കണ്ടതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇതിനൊന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഇത് കേട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുക, അതും ചിന്തിച്ചിങ്ങനെ കിടക്കുക, ആ പേടിയോടുകൂടി ഉണരുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഗോസിപ്പോ ആവശ്യമില്ലാത്ത ന്യൂസുകളോ ഒന്നും നമ്മൾ കേൾക്കുക. സമയം കഴിഞ്ഞോ ഡോക്ടറെ? സമയമായി, കഴിയാറായി. പിന്നെ ഞാൻ ഈ വിഷയമായോണ്ട് എന്താണ് ഒരു ഇന്ററാക്ഷൻ ഒന്നും വേണ്ടെന്നും പറഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പം എന്തായാലും ഒരു 5 മിനിറ്റ് മുമ്പ് നിർത്തണം ഡോക്ടറെ. 22 ആയി. 1 മിനിറ്റ് കഴിയാറായോ? 5 മിനിറ്റ് ഇല്ല. എന്നാ വേണമെങ്കിൽ നിർത്തിയേക്കാം ഡോക്ടറെ. കറക്റ്റ് 5 മിനിറ്റ്. പിന്നെ നമുക്ക് ഒരു രണ്ടാം ഭാഗം വെക്കാം ഇതിന്റെ. അതാ നല്ലത്. ഞാനിപ്പം റിട്ടൻഷൻ വരെ എടുത്തെന്ന് വെച്ചോട്ടാ. ടെൻഷൻ കുറച്ചൊക്കെ ഇടയ്ക്ക് ഓടിപ്പോയില്ലേ, അതൊക്കെ കൂടെ ചേർത്ത് നമുക്ക് വിശദമായിട്ട് ഓർഗനൈസേഷണൽ ഞാൻ ഓർത്ത് നമുക്കത് വേണ്ടല്ലോ. നമ്മൾ കമ്പനികളിലും മറ്റുമൊക്കെ എടുക്കുമ്പോഴാ ഓർഗനൈസേഷനൊക്കെ വേണ്ട, റിലേഷൻഷിപ്പിലോട്ട് പോകാന്ന് വിചാരിച്ചു. ഓക്കെ എന്നാ. അപ്പൊ റിലേഷൻഷിപ്പ് എത്തുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതെ
ഓക്കെ ഓക്കെ എന്നാലേ റിട്ടൻഷൻ. ഓക്കെ, എഫക്റ്റീവ് ഇന്ററാക്ഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെ അതെ. അപ്പൊ അതില് എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും കേട്ടറിഞ്ഞിരിക്കേണ്ടുന്ന ക്ലാസ് തന്നെയായിരുന്നു. ധനീഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ എന്താണ് പറയാനുള്ളത്? ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ശരിക്കും വ്യക്തമായിട്ട് എല്ലാവരുടെയും മനസ്സിലോട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ വൺ സൈഡിലാണ് നമ്മുടെ ഈ സൂമിൽ മിക്കവാറും സംഭവിക്കുന്നത്. അപ്പൊ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഹോമിയോപ്പതി എന്ന ചികിത്സാ ശാസ്ത്രത്തെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് IFBH ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ സെഷനുകൾ വെക്കുന്നത്. അപ്പൊ ഈ സെഷനുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ വെറും കാണികളായാൽ മാത്രം പോരാ, നാളെ പൊതുജനങ്ങളെ നേരിട്ട് അവരുടെ മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തരാകണം. അല്ലെങ്കിൽ ഹോമിയോപ്പതി മഹിമകൾ എത്തിക്കാൻ പ്രാപ്തരാകണം. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ IFBHന്റെ ഈ വേദി പരമാവധി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഇപ്പം ഷൈല ഡോക്ടറോ, അജിന ഡോക്ടറോ, ഞാനോ, മറിയാമ്മ ഡോക്ടറോ, മനോജ് ഡോക്ടറോ, അങ്ങനെ കുറച്ച് പേര് മാത്രമാണ് ഇതിനകത്ത് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി മുമ്പിൽ വരുന്നത്. അപ്പൊ അതൊരു വൺ സൈഡഡ് കമ്മ്യൂണിക്കേഷൻ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരെല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയും നിങ്ങൾ ഒരു ചെറുതായിട്ടൊരു അഭിപ്രായം, ഞാൻ എന്ത് പറയാനാണ് എന്ന് കഴിഞ്ഞ് മാറുന്നതിന് പകരം ഒരു അഭിപ്രായം പറയുകയും ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ അങ്ങോട്ട് തരുന്ന കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പം കൂടുതലായിട്ട് ആൾക്കാർക്ക് ഈ വേദിയിൽ കാര്യങ്ങൾ പറയാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പം അതുകൊണ്ട് എല്ലാ സോഴ്സുകളും നമ്മൾ ഈ വേദിയിലൂടെ അവനവൻ വളരുകയും അക്കൂട്ടത്തിൽ ഹോമിയോപ്പതി എന്ന ചികിത്സാ ശാസ്ത്രത്തെ വളർത്തുകയും വേണം. എന്തായാലും വളരെ ഗംഭീരമായ ഒരു സെഷൻ തന്നെയാണ് അജിന ഡോക്ടർ ഇന്ന് നമുക്ക് തന്നത്. നമുക്കൊരു നിസാം ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഒന്ന് വിളിക്കുക. ഡോക്ടർ എപ്പോഴും കാണാറുണ്ട്. ഡോക്ടർ ഒന്ന് സ്വമേധയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ട് അല്ലാത്ത ഡോക്ടറോട്ട് ഡോക്ടർ നിസാം ഡോക്ടർ ഇപ്പൊ കാണുന്നില്ലേ? അതെ അതെ ഉണ്ട് ഡോക്ടർ ഉണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ, ഇനി അൺമ്യൂട്ട് ചെയ്യാം. ഡോക്ടർ സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, നിസാം ഡോക്ടറെ സംസാരിച്ചോളൂ. നിസാം ഡോക്ടർ മ്യൂട്ട് ചെയ്ത്. അപ്പം ഡോക്ടറോട്ട് ഓക്കെ. റേഞ്ച് പ്രശ്നമുണ്ടോ? അതെ, നിസാം ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. അപ്പോഴേക്കും നമുക്ക് ലതാ മനോഹരൻ ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ക്ഷണിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ അജിനി ഡോക്ടർക്കുള്ള നന്ദി കൂടി ലതാ മനോഹരൻ ഡോക്ടർ രേഖപ്പെടുത്തുക. നന്ദി ഷൈല ഡോക്ടറെ. നമസ്കാരം അജിനി ഡോക്ടറെ. നമസ്കാരം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ക്ലാസ്സിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പുതിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ശരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അതാണ് ഒരു സത്യാവസ്ഥ. പിന്നെ നമ്മളിപ്പോ പേഷ്യന്റിനെ കാണുന്നു, അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണുന്നു, റിലേറ്റീവ്സ്, അതിനൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴും നമ്മളുടെ ബോണ്ടിങ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബോണ്ടിങ് അനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകുന്നത്. ബോണ്ടിങ് ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ പഠിച്ച് കമ്മ്യൂണിക്കേഷനിൽ പഠിച്ചാലും നമ്മളുടെ നമ്മളിൽ നിന്ന് ഒരു എനർജി പുറത്തോട്ട് പോകുന്നുണ്ട്. ആ എനർജി മറ്റുള്ളവർക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് 100% ആയി. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടൊന്നും പറയത്തില്ല, നമ്മളുടെ ഇതൊന്നും എക്സ്പ്രസ് ചെയ്യത്തില്ലെങ്കിലും പലരുടെയും എനർജി നമുക്ക് അറിയാൻ പറ്റും, എത്രയൊക്കെ നമ്മൾ കപടത കാണിച്ചാലും. അപ്പം ശരിക്കും നമ്മളെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഒരുപാട് വർദ്ധിപ്പിക്കുക, നമ്മളെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, നമ്മളെ ക്ലിയർ ചെയ്യുക ഫസ്റ്റ്.
അപ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ അങ്ങ് നാച്ചുറലി വന്നോളും എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കും, എന്നാലും സത്യം അതാണ്. നമ്മള് പിന്നെ പഠിച്ചിലേക്ക് വരും. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഇപ്പം ഡോക്ടറുടെ അടുത്ത ഒരു സെക്ഷൻ നിങ്ങൾ പറഞ്ഞല്ലോ, ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ ഇനി പറയാനുണ്ടെന്ന്. അപ്പൊ ആ കൂട്ടത്തില് ഇപ്പൊ കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പിൽ വൃദ്ധരായിട്ടുള്ളവരുടെ അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഈ ബുദ്ധി കുറഞ്ഞ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കൂടെ അടുത്തതിനകത്ത് ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. റിലേഷൻഷിപ്പിൽ കുട്ടികളുടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ഇതിൽ ഒന്നും കൂടുതലായിട്ട് പറയുന്നതിന് മെയിൻ കാര്യം വെച്ചാൽ അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ ഞാൻ പറയുമ്പോ ഇപ്പൊ ഞാൻ എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും പിള്ളേർ എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ ശരി എന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മള് ശരിക്കും അവർക്ക് ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ലിസൺ ചെയ്യുവാണെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലിസൺ ചെയ്യും. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത്, എൻ്റെ ഒരു കസിൻ്റെ മോൻ ഇതുപോലെ അവൻ എന്തോ പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ അവന്റെ അമ്മുമ്മ, അതായത് എൻ്റെ മമ്മിയുടെ സിസ്റ്റർ, അവന്റെ അമ്മുമ്മ പറഞ്ഞു, നീ ഞാൻ പറയുന്ന എന്തെങ്കിലും ഒന്ന് കേൾക്കാറുണ്ടോ, എന്തെങ്കിലും കേൾക്കാറുണ്ടോ? ഒറ്റ വക പറഞ്ഞ അനുസരിക്കത്തില്ല, ഒരു വക നീ പറഞ്ഞിട്ട്. അപ്പൊ അവൻ അങ്ങോട്ട് മാറി നിന്നിട്ട്, ഉമ്മ എന്തെങ്കിലും കേൾക്കാറുണ്ടോ ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉമ്മ കേൾക്കാറുണ്ടോ? ആ കൊച്ചുകുട്ടി അവൻ ചോദിച്ചതാ, 4 വയസ്സം കണ്ട അപ്പൊ ഉള്ളു. അപ്പൊ എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ പറഞ്ഞതും പോയിന്റാ, ഞാൻ അവൻ പറയുന്നതൊന്നും കേൾക്കാറില്ല, നമ്മൾ അങ്ങോട്ട് പറഞ്ഞോണ്ടേ. അപ്പൊ പിള്ളേർ പറയുന്നത് ഇങ്ങോട്ട് കേട്ടാലേ നമുക്ക് അങ്ങോട്ട് കേൾക്കാനും ഇതേത്തുള്ളൂ. അപ്പൊ അപ്പോഴേ അവർക്കൊരു കോൺഫിഡൻസ് ഉള്ള കുട്ടികളായിട്ട് തോന്നത്തുള്ളൂ. ഞാൻ പറയുന്നതിലും പോയിന്റ് ഉണ്ട്, ഓഹോ വലിയ എന്തെങ്കിലും നമ്മളൊരു അഭിപ്രായമൊക്കെ ചെയ്യുമ്പോൾ ആഹാ അങ്ങനാണോ എന്നൊക്കെ പറയുമ്പം, ഇനി നമ്മൾ ആ അഭിപ്രായം എടുത്തില്ലെങ്കിൽ പോലും അവരോട് അവരൊരു വലുതാണെന്ന് ഇതാക്കി കൊടുത്താ, വീട്ടിൽ നിന്ന് അംഗീകാരം കിട്ടിയാൽ പിന്നെ അവർക്ക് പുറത്തുനിന്നൊന്നും അംഗീകാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവരങ്ങ് ഇതായിക്കോളും. വീട്ടിൽ നിന്ന് അംഗീകാരം കിട്ടിയില്ല, വെളിയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ സമയം പോകുന്നുണ്ടല്ലേ ഡോക്ടറെ? ഈവൻ ടേക്ക് ആയിരിക്കണം. ഇന്ന് തന്നെ നമ്മുടെ പിന്നെ ധനേഷ് ഡോക്ടറുടെ കൊച്ചുമോളാന്ന് തോന്നുന്നു വന്ന് മൈലാഞ്ചി ഇട്ടിട്ട് കൈ ഇങ്ങനെ കാണിച്ചിട്ട് പോയി. അപ്പൊ അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഒന്നും പറയാതെ തന്നെ ഞാൻ അപ്പൊ ഈ വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് എൻ്റെ പേരിലും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും IAPHന്റെ പേരിലും ഹൃദയംഗമായ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി. എലിയാമ്മ ഡോക്ടർ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ധനേഷ് ഡോക്ടർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഒന്ന്. ഷെൽ ഡോക്ടർ ഒറ്റ മിനിറ്റ്. ഡോക്ടർ ധനേഷ് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചില്ലെങ്കിലും ആ അവസാനത്തെ ഒരു 5 മിനിറ്റ്സ് ഒരാളെങ്കിലും വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ആരൊക്കെയാണ് ഇതിനകത്ത് കയറി ഇരിക്കുന്നത്, എവിടെയാണ് നിങ്ങളുടെ വീട് എന്നൊക്കെ ഉള്ളതെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങനെ ഒരു എവിടെയെങ്കിലും ഒരു പരിചയം ഉണ്ടാവുമല്ലോ. മറ്റേ നമ്മൾ കയറുന്നെങ്കിൽ നമുക്കൊരു അറിവില്ലല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഡോക്ടർ. ഓക്കെ, അപ്പൊ ഈ ഓരോ ക്ലാസ്സുകൾ IAPHന്റെ നടക്കുമ്പോഴും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്ന് ദയവായി താല്പര്യപ്പെടുകയാണ്. അപ്പോഴേ ഈ ക്ലാസ് എടുക്കുന്നവർക്കൊരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒക്കെ ഉണ്ടാവും. മാത്രമല്ല എല്ലാവർക്കും പരസ്പരം കാണാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ള ഒരു അവസരവും കൂടിയാണ്. എല്ലാവരും നമുക്കൊരു കൂട്ടായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. നാളത്തെ വിഷയം, നാളെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അനുസ്മരണമാണ്. അത് സംബന്ധിച്ചുള്ള പ്രത്യേക ഗാനാഞ്ജലിയാണ്. പാട്ടൊക്കെ കേൾക്കാൻ എല്ലാവരും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പാട്ടൊക്കെ കേൾക്കുന്തോറും നമ്മുടെ മാനസികമായ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. എല്ലാവരും എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.